ഷോൺ ജോർജ് വൈസ് ചെയർമാനായ ബാങ്കിൽ സഹകരണ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധന. മീനച്ചൽ ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് സഹകരണ വിജിലൻസ് റെയ്ഡ് നടത്തിയത്. കോടികളുടെ ക്രമക്കേടുണ്ടെന്ന പരാതിയിലാണ് അന്വേഷണം. 2020-21 സാമ്പത്തിക വർഷത്തിൽ മീനച്ചിൽ ഈസ്റ്റ് അർബൻ സഹകരണ ബാങ്കിൽ നടത്തിയത് കോടികളുടെ ഒത്തുതീർപ്പായിരുന്നു. ഇഷ്ടക്കാരുടെ വായ്പാ പലിശ ഇനത്തിൽ 11 കോടി രൂപയാണ് ഭരണസമിതി എഴുതിത്തള്ളിയത്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വഴി 11,49,85,210 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. റിസർവ് ബാങ്കിന്റെയോ സർക്കാരിന്റെയോ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു നടപടി. ഇതിനെതിരെ സഹകാരികൾ പരാതി നൽകിയിരുന്നു. ഇതുപ്രകാരമാണ് ഷോൺ ജോർജ് വൈസ് ചെയർമാനായ ബാങ്കിൽ സഹകരണ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധന നടന്നത്. പ്രാഥമിക പരിശോധനയിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ വിജിലൻസ് പുറത്തുവിട്ടിട്ടില്ല. കാഞ്ഞിരപ്പള്ളിയിലെ പ്രധാന ശാഖയിൽ നിന്നും ഒരു കുടുംബത്തിന് വിവിധ വായ്പകളിലായി 7,29,00,000 രൂപ നൽകിയിരുന്നു. കുടിശ്ശിക വരുത്തിയതിനാൽ മുതലും പലിശയുമടക്കം 15,71,74,899 രൂപയിലെത്തി. ഈ വായ്പ 8 കോടി രൂപയ്ക്ക് ഭരണസമിതി തീർപ്പാക്കി നൽകി. ഇതുവഴി 7,21,74,899 രൂപയുടെ ആനുകൂല്യമാണ് വായ്പക്കാരന് ലഭിച്ചത്. സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലർ പാലിക്കാതെയായിരുന്നു നടപടി. മുതലിനത്തിൽ 6,94,31,092 രൂപ നിൽക്കുമ്പോഴായിരുന്നു ഒത്തുതീർപ്പ്. മറ്റു ശാഖകളിലും സമാനമായ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതും അന്വേഷണ പരിധിയിലാണ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.